സിഹർ, ആഭിചാരക്രിയ, കൂടോത്തരം, മാരണപ്രവർത്തനം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന സിഹർ അതൊരു മനുഷ്യന്റെ ജീവിതത്തെ എങ്ങനെയാണ് നശിപ്പിക്കുന്നതെന്നറിയോ? ഒരാളുടെ ശരീരത്തിലോ അവൻ്റെ ജീവിതത്തിലോ അവൻ്റെ കുടുംബത്തിലോ അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സാഹചര്യങ്ങളിലോ സിഹർ എന്ന് പറയുന്ന മാരണപ്രവർത്തനം അകപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം എങ്ങനെയാണ് ഇല്ലാതാകുന്നതെന്നറിയോ? പലപ്പോഴും പലരും വന്ന് പറയാറുണ്ട്, ഉസ്താദ് എനിക്ക് സിഹറാണെന്ന് തോന്നുന്നു, എനിക്ക് സിഹറാണെന്ന് ഞാൻ പറയുമ്പോൾ പലരും അത് വിശ്വസിക്കുന്നില്ല എന്നുള്ളത്. സിഹർ എന്നുള്ളതിനെ പാടെ നമുക്ക് തള്ളിക്കളയാൻ പറ്റൂല. അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളറിയാതെ പല രൂപത്തിലും പൈശാചികമായി വന്നിട്ടുണ്ടായേക്കാം. അതുകൊണ്ടൊക്കെ ആയിരിക്കാം നമ്മുടെ കുടുംബജീവിതവും നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ടും നമ്മുടെ സാമ്പത്തികവും നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ടും ഒക്കെ കുടുംബജീവിതമൊക്കെ നശിക്കാനുള്ള കാരണം. അതെങ്ങനെയാണ് ഒരാളുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതെന്ന് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ബോധ്യമാകുന്നതാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻ്റായിട്ട് അത് അറിയിക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ തരാണ്. ഇതിന് ഏറ്റവും നല്ലൊരു പരിഹാരം എന്താണെന്നുള്ളത് ഇതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഒരാളും സിഹർ ചെയ്തത് സംഭവിക്കില്ല, ഒന്നും അത് നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തില്ല. അതിന് പവർഫുള്ളായിട്ട് നമുക്ക് സ്പിരിച്വലി സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ചില അമലുകളും പറയുന്നുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കുക. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്താണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അത് പറയേണ്ടി വരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റയിലും വാട്സപ്പിലും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അല്ലാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സിഹർ അത് ബാത്തിലാക്കിയിട്ടില്ലെങ്കിൽ, അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മൾ ഈ ചൊല്ലുന്ന ദിക്റുകൾ ദുആകളൊക്കെ അത് ചെയ്തുകൊണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ സിഹർ അങ്ങനെ തന്നെ നിലനിൽക്കും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും അതിൻ്റെ പരിണിത ഫലങ്ങളൊക്കെ അതിൻ്റെ അനന്തര പ്രവർത്തനങ്ങളൊക്കെ നമ്മിൽ മാത്രമല്ല ഉണ്ടാകുക, അത് നമ്മുടെ മക്കളിൽ, നമ്മുടെ പേരമക്കളിൽ അതങ്ങനെ പരമ്പരയിൽ തന്നെ നിലനിൽക്കാൻ കാരണമാകും. അത് വർഷങ്ങൾക്ക് മുമ്പുള്ളതാകും. 12 വർഷങ്ങൾക്ക് മുമ്പുള്ളത്, 70 വർഷങ്ങൾക്ക് മുമ്പുള്ളത്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ളതാകും. ഇങ്ങനെയുള്ള സിഹറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിൽ അത് പ്രതിഫലിച്ചേക്കാം, അത് പ്രതിഫലിക്കാതിരുന്നേക്കാം. ഇങ്ങനൊരു പ്രശ്നം നമുക്കുണ്ട് എന്നുള്ളത് കൊണ്ട് പ്രതിഫലിച്ചോളണം എന്നില്ല. ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിക്കൊള്ളണം എന്നില്ല. ഇപ്പോൾ ഒരാൾ അയാളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നുമില്ല, എന്നാൽ അതിനർത്ഥം അങ്ങനെ അവൻ്റെ ജീവിതത്തിലോ അവൻ്റെ കുടുംബത്തിലോ മക്കളിലോ ഒക്കെ പറമ്പിലോ ഒക്കെ സിഹർ ഇല്ല എന്നല്ല അതിനർത്ഥം. അതെപ്പോഴാണ് ഇത് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, ആ ഈ ഇതൊക്കെ ഒരു പൈശാചികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണല്ലോ, പിശാചിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നതാണല്ലോ. ഷെയ്ത്വാനിനെയും പിശാചിനെയൊക്കെ കൂട്ടുപിടിച്ച് പ്രവർത്തിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണല്ലോ സിഹർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ ഒരു വീട്ടിൽ, ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞാൽ, ഒരു വീട്ടിൽ നിസ്കാരമില്ല, ഖുർആൻ പാരായണമില്ല, ഇങ്ങനെയുള്ള ആത്മീയമായ ഒരു കാര്യവും ഒരു വീട്ടിൽ സംഭവിക്കുന്നില്ല, ചെയ്യുന്നില്ല എന്ന് സങ്കല്പിക്കുക. ആ വീട്ടിൽ സിഹറുണ്ട്, സിഹറുമായി ബന്ധപ്പെട്ട പിശാചുമായി ബന്ധപ്പെട്ട പിശാചിൻ്റെ സ്വാധീനമുണ്ട്, പിശാചിൻ്റെ സ്വാധീനമുണ്ട്, പിശാചിൻ്റെ ഇടപെടലുകൾ ആ വീട്ടിലുണ്ടെന്ന് സങ്കല്പിക്കുക. എന്നാൽ ഈ വീട്ടിൽ നിസ്കാരവും നോമ്പും ഇങ്ങനെയുള്ള വിശുദ്ധ ഖുർആൻ പാരായണവും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെ കുടികൊള്ളുന്ന പിശാചിനും ഷെയ്ത്വാനിനും ഈ ക്ഷുദ്രശക്തികൾക്കൊക്കെ ബുദ്ധിമുട്ട് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ അതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും നമുക്ക് വ്യക്തമാകുന്നില്ല. അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല, അവർക്ക് പ്രയാസങ്ങളില്ല, ജീവിതം നല്ല റാഹത്തായിട്ട് പോകുന്നു, കച്ചവടം നല്ല ഉഷാറായിട്ട് പോകുന്നു, അവരുടെ ജോലിയിൽ ഒരു പ്രശ്നവുമില്ല, മക്കളിൽ പ്രശ്നമില്ല, കുടുംബജീവിതത്തിൽ പ്രശ്നമില്ല, ഒന്നുമില്ല. മുസ്ലിം വീടാണ്, ആ വീട്ടിൽ നിസ്കാരവും കാര്യങ്ങളോ ഇബാദത്ത് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. ഇനി ഇവരുടെ ആരെങ്കിലും കുടുംബത്തിൽ ഒരു വിവാഹം നടക്കുന്നു, ആ വിവാഹം നടക്കലോടുകൂടെ ഒരു പുതിയ മരുമകൾ കടന്നു വരുന്നു, ആ മരുമകൾ വരലോടുകൂടെ ആ വീട്ടിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു, കുറച്ച് ദീനുള്ള ആളായിരുന്നു, അതേപോലെ തന്നെ നിസ്കാരങ്ങൾ തുടങ്ങുന്നു, തറാവി, വിത്തർ, തഹജ്ജുദ് നിസ്കാരം ഉൾപ്പെടെയുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, ദുഹാ നിസ്കാരമൊക്കെ പതിവാക്കുന്നു, 5 വഖത്തിനും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു, അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നു, സ്വലാത്ത് ചൊല്ലുന്നു, ഹദ്ദാദ് റാത്തീബ് പതിവാക്കുന്നു. ഇങ്ങനെ
ആ വീട്ടിലേക്ക് കടന്നു വന്ന ആ ഒരു മരുമകൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ വീട്ടില് കുടികൊണ്ടിരുന്ന അല്ലെങ്കിൽ അടങ്ങിയിരുന്നിരുന്ന അവിടെ സ്വൈരവിഹാരം നടത്തിയിരുന്ന പിശാച് ഉയർത്തെഴുന്നേൽക്കുന്നു. കാരണം പിശാചിനോട് എതിരാണിത്. അപ്പോൾ ആ വീട്ടിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഇങ്ങനെ വന്നേക്കാം. ആ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒരുപക്ഷെ ഇവളിലേക്ക് എത്തൂല. ഇവളിങ്ങനൊക്കെ സ്ഥിരമായിട്ട് ചൊല്ലുന്നതുകൊണ്ട് സ്പിരിച്വലി സ്ട്രോങ് ആയിരിക്കും, നല്ല ശക്തമായിട്ട് നിൽക്കുകയായിരിക്കും. അപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ട് ഇവൾക്ക് ഉണ്ടാവില്ല. വീട്ടിലുള്ള വേറുള്ള ആളുകൾക്ക് പല പ്രയാസങ്ങളും ഉണ്ടാകും, പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും, പല വിഷമങ്ങളുണ്ടാകും. ഇത് നിങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരിലേക്ക് നിങ്ങളിതൊന്ന് അയച്ചു കൊടുത്ത് ഇതൊന്ന് കേൾക്കണം എന്ന് പറയും. ചില ആളുകൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അയച്ചു കൊടുക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിസ്കാരവും കാര്യങ്ങളും ഖുർആനും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീട്ടിൽ വന്നതോടുകൂടെ ശരിക്കും ആ വീട്ടിൽ കുടികൊണ്ടിരുന്ന അല്ലെങ്കിൽ ആ പറമ്പിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്തു വെച്ചിരുന്ന ചില പ്രവർത്തനങ്ങൾ അവിടെ രൂക്ഷമാവുകയാണ്. കാരണം അത് പിശാചിനെതിരാണ്. അവർക്ക് പിന്നെ അങ്ങനെ അതോടുകൂടെ അവരുടെ കുടുംബത്തിൽ തകർച്ച വരുന്നു, നാത്തൂൻക്ക് പ്രശ്നം വരുന്നു, അമ്മായിമ്മക്ക് പ്രശ്നം വരുന്നു, കുടുംബത്തിലാകെ വിഷയാകുന്നു, ഐക്യം നഷ്ടപ്പെടുന്നു, പിശാചിന് നിക്കക്കള്ളില്ലാതെ പിശാച് ഓരോ ഇടപെടലുകളും നടക്കുന്നു. ആദ്യം പ്രശ്നമില്ലായിരുന്നു, കാരണം ആദ്യം പിശാചിന് അനുകൂലമായ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴങ്ങനെ പിശാചിന് പ്രതികൂലമായ സാഹചര്യമാണ്. അപ്പോൾ കുടുംബ കലഹങ്ങൾ ഉണ്ടാകുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അവിടെയുള്ള വീട്ടുകാരനെ പറയുന്നു, ഇവൾ കയറി വന്നത് മുതലാണ് പ്രശ്നം ഉണ്ടായത്. ഹസ്ബൻഡിൻ്റെ ഭർത്താവിൻ്റെ കച്ചവടം മുടങ്ങുന്നു, അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അപകടങ്ങൾ സംഭവിക്കുന്നു, പോകുന്ന വഴിക്ക് വാഹനത്തിൽ അപകടത്തിൽ പെടുന്നു, കാലിന് പ്രശ്നങ്ങൾ വരുന്നു, രോഗങ്ങൾ വരുന്നു, ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ വരും. അതോടുകൂടി അവരൊക്കെ പറയാൻ തുടങ്ങും, അവൾ വന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്, അവളാണ് ഇതിനൊക്കെ കാരണം, അവൾ തന്നെയാണെന്ന് പറഞ്ഞ് അവളെങ്ങനെ കുറ്റപ്പെടുത്താൻ നിൽക്കും. ശരിക്കും അവളല്ലല്ലോ ഇതിൻ്റെ കാരണം, അവളാണ് ശരിയെന്നല്ലേ നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത്. നിസ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കേണ്ട ഒരു വീടാണല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ കുടുംബജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടുന്നു, എല്ലാം പറയാം. അങ്ങനെ ഇത് എന്താ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ശരിക്ക് കച്ചവടം പൊട്ടുന്നു, ലാഭമില്ലാതിരിക്കുന്നു, നഷ്ടങ്ങൾ സംഭവിക്കുന്നു, കടുത്ത ദാരിദ്ര്യത്തിലേക്ക് എത്തുന്നു, ഒരു രക്ഷയുമില്ലാതെ ആകുന്നു, മാനസികമായി തകരുന്നു, ടെൻഷനാകുന്നു, ഉറക്കം വരുന്നു, എല്ലാ സമയത്തും ഡിപ്രഷനിലാകുന്നു, സമാധാനം കിട്ടാത്ത രൂപത്തിലേക്ക് എത്തുന്നു. അങ്ങനെ ആവുമ്പോൾ ദാരിദ്ര്യം വന്നു ചേരുന്നു. അങ്ങനെ ദാരിദ്ര്യം കൂടെ വന്നു ചേർന്നാൽ പിന്നെ അത് വേറൊരു തലത്തിലേക്ക് എത്തുന്നു. പിന്നെ ഭയങ്കര ദേഷ്യവും വാശിയൊക്കെ ആവുന്നു. അതിൽ അവിഹിതങ്ങളൊക്കെ വരാനുള്ളൊരു ചാൻസും കാണുന്നു. എങ്ങനെ അവിഹിതങ്ങൾ വരുന്നു? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഈ ഫഖർ യഥാർത്ഥത്തിൽ അത് ദാരിദ്ര്യത്തിന് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇവർ ഇങ്ങനെ കച്ചവടമൊക്കെ നഷ്ടപ്പെട്ടു, സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ സംഭവിച്ചു. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ദാരിദ്ര്യം വരുന്നു, സാമ്പത്തികമായി തകരുന്നു. സാമ്പത്തിക തകർച്ച ഒരാളെ സിനയിലേക്ക് എത്തിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ചില ഈ ഹസ്ബൻഡിന് വേറെ ആരോടൊക്കെ ബന്ധമുണ്ടെന്നുള്ള ആരോപിക്കപ്പെടുന്നു. ആ ആരോപണം ശരിയാണെന്ന് മനസ്സിലാക്കുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള യഥാർത്ഥ കാരണം എന്താ? ഇവരൊക്കെ കുറ്റം പറഞ്ഞ അവൾ ശരിയല്ല എന്ന് പറഞ്ഞ അവൾ വന്ന് നിസ്കാരം തുടങ്ങിയതുകൊണ്ടാണ്. അപ്പോൾ ഇത്തരം സിഹറിൻ്റെ വിഷയങ്ങളൊക്കെ നമ്മൾ എവിടെയാണോ അത് ബാത്തിലാക്കിയിരിക്കണം, അത് ഒഴിവാക്കിയിരിക്കണം. അത് നിപുണനായ, അതിനെക്കുറിച്ച് അറിയുന്ന ഒരാൾ കൃത്യമായിട്ട് അതിൻ്റെ അമല് ചെയ്യണം. അങ്ങനെ അമല് ചെയ്ത് അത് എന്തിലാണോ, എവിടെയാണോ, ആരിലാണോ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് പിന്നീട് അത്തരം തടസ്സങ്ങൾ വരാതിരിക്കാൻ ശക്തമായിട്ട് നമ്മൾ ആത്മീയമായിട്ട് ചെയ്യുകയും ചൊല്ലുകയൊക്കെ വേണം. ചില ആളുകൾ കണ്ടില്ലേ, ഈ സിഹറിൻ്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട അടയാളം എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുക, എപ്പോഴും ക്ഷീണം ഉണ്ടായിരിക്കുക, എല്ലാ സമയത്തും ക്ഷീണം ഉണ്ടായിരിക്കുക, കോട്ടുവായ എപ്പോഴും വന്നുകൊണ്ടിരിക്കുക, ഖുർആൻ ഓതാൻ ഇരിക്കുമ്പോഴേക്ക് ഉറക്കം വന്നിരിക്കുക. ഇതൊക്കെ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്, മനസ്സിലല്ലേ? നമ്മൾ മുമ്പ് ഇതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ മൊബൈൽ നോക്കുന്ന സമയത്തോ, കൂട്ടുകാരോട് സംസാരിക്കുന്ന സമയത്തോ, വേറെ എന്തെങ്കിലും ഇടപെടുന്ന സമയത്തോ ഒന്നും നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മളൊരു ഫാത്തിഹ ഓതാൻ വേണ്ടി ഇരിക്കുകയാണ്, ഒരു യാസീൻ ഓതാൻ വേണ്ടി ഇരിക്കുകയാണ്, അപ്പോൾ തുടങ്ങും ഉറക്കം വരല്ലേ. നമ്മളൊരു നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്, അപ്പോൾ തുടങ്ങും. ഇതൊക്കെ ഞാൻ പറഞ്ഞത് പല ആളുകളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. നമ്മളിതിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഖുർആൻ ഓതാൻ കഴിയാതിരിക്കാം, ഒരു നന്മയും പ്രവർത്തിക്കാൻ കഴിയാതിരിക്കാം. പിശാചിന് വലിയ സ്വാധീനമുള്ള ചില വീടുകൾ ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ സംഭവിക്കുന്നത് നമ്മൾ തന്നെ നേരിട്ട് പലരുടെയും കുടുംബങ്ങളിൽ കാണുന്നതാണ്. അപ്പോൾ ഇതിനുള്ളൊരു സൊല്യൂഷൻ എന്താണ്? നിങ്ങൾ എവിടെയും എന്തും ചെയ്തിട്ട് വലിയ ബുദ്ധിമുട്ടിലേക്കും പ്രയാസത്തിലേക്കും ഒന്നും എത്തേണ്ട ആവശ്യമില്ല. അസ്മാഉൽ ഹുസ്ന ഡെയിലി കൃത്യമായിട്ട് പാരായണം ചെയ്യുന്ന ആളാണോ,
ധൈര്യമായിട്ടിരുന്നോ. ഒരു കാരണവശാലും അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്ന നാക്കുകൾ വിഷമിക്കേണ്ടി വരില്ല, പ്രയാസപ്പെടേണ്ടി വരില്ല. അസ്മാഉൽ ഹുസ്ന ഒരു വലിയ കാവലാണ്. വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളത് ജീവിതത്തിൽ പകർത്തുക. 5 വഖ്ത് ഫർള് നിസ്കാരം കൃത്യമായി നിലനിർത്തുക, നിർവഹിക്കുക. ഒരാളെയും കുറ്റം പറയാതിരിക്കുക, ഒരാളുടെയും ഗീബത്ത് പറയാതിരിക്കുക, ഒരാളുടെയും നമീമത്ത് പറയാതിരിക്കുക. അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുക. റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ പതിവാക്കാൻ സാധിക്കുമോ എന്ന് നോക്കുക. അങ്ങനെ പതിവാക്കാൻ സാധിക്കുമെങ്കിൽ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ പതിവാക്കുക. അതൊക്കെ വലിയ പവർഫുള്ളാണ്. ദുഹാ നിസ്കരിക്കുക, തഹജ്ജുദ് നിസ്കരിക്കുക. ഇങ്ങനെ ശക്തമായ രൂപത്തിൽ ആത്മീയമായ സ്പിരിച്വാലിറ്റി കീപ്പ് ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.